السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين برضا الله. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. ഖുതുബി 103 ഖാല അർറാബിഉ നാലാമത്തേത്. നമ്മൾ ജിൻസ് ഫസ്ല് എന്നൊക്കെ പറഞ്ഞ് കുറെ കണ്ട് പോകുന്നില്ല. കുല്ലിയ ഇനി നമ്മൾ പറയാൻ പോകുന്നത് നാലാമത്തേതിനെ സംബന്ധിച്ചാണ്. നാലാമത്തത് ഏതാണ്? അൽ ജുസിഇയ്യു. ജുസിഇയ്യ് ആണ്. ജുസിഇന്റെ മാന മുമ്പ് നമ്മളൊന്ന് പറഞ്ഞിട്ടുണ്ട്. കമാ യുഖാലു, ഈ ജുസിഇനെ പറയപ്പെടാറുള്ളത് പോലെ, അലൽ മാനൽ മദ്കൂരി, മേൽ പറയപ്പെട്ട മാനയുടെ മേലിൽ പറയപ്പെടാറുള്ളത് പോലെ. എങ്ങനത്തെ മേൽ പറയപ്പെട്ട മാനയാണ് അൽ മുസമ്മ ബിൽ ഹഖീഖി, ഹഖീഖി എന്ന് പേര് പറയപ്പെടുന്ന. അപ്പൊ ജുസീനിക്ക് നമ്മൾ നേരത്തെ പറഞ്ഞു വേണ്ടത് മാ യംതനിയു ശിർക്കത്തെ ഫീഹീന്ന്, ശിർക്കത്തിനെ വിലങ്ങുന്നതായ ഒന്ന്. ഇപ്പൊ സയ്യിദ് എന്നുള്ളത് ഒരു ജുസിഇയാണ്. അതിൽ സയ്യിദല്ലാത്ത വേറെ ഒന്നും അതിൽ പറ്റൂല. വേറൊരാളും അത് ഉദ്ദേശിക്കാൻ പറ്റൂല. ഫുലാനിന്റെയും ഫുലാനത്തിന്റെയും മകനാകുന്ന സയ്യിദിനെ തന്നെ അവിടെ ഉദ്ദേശിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ആ സയ്യിദ് എന്നുള്ള ജുസിയാണ്. ഏത് ജുസി? ഹഖീഖിയായ ജുസി. അപ്പൊ ഈ ജുസി എന്നുള്ളത് ഹഖീഖിയായ ജുസീനെ സംബന്ധിച്ച് പറയപ്പെടാറുള്ളത് പോലെ, ഫകദാലിക, അപ്രകാരം തന്നെ, യുഖാലു പറയപ്പെടാറുണ്ട് ജുസീനെ അലാ കുല്ലി അഖസ്സ തഅത്തൽ ആമ്മി, ആമ്മിന്റെ തഹത്തിലുള്ളതായ അഖസ്സിനെ സംബന്ധിച്ച്. എന്ത്? ആമ്മിന്റെ തഹത്തിലുള്ളതായ അഖസ്സിനെ സംബന്ധിച്ച്, ഹയവാന്റെ തഹത്തിലുള്ള ഇൻസാന്, അതിനെ സംബന്ധിച്ച് പറയാറുണ്ട്. അപ്പൊ ഇൻസാനിനെ ഹയവാനിലേക്ക് ചേർക്കുമ്പം ഇൻസാന് ജുസിയാണ്. പക്ഷെ ഏത് ജുസി? വയുസമ്മ, അതിനക്ക് പേര് പറയപ്പെടും അൽ ജുസിഇയ്യുൽ ഇളാഫിയ്യ, അൽ ജുസിഇയ്യൽ ഇളാഫിയ്യ. ഇളാഫിയായ ജുസി എന്ന് എന്ത് ചെയ്യും? പേര് പറയപ്പെടും. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ എന്തായി? ഹഖീഖിയായ ജുസിയും ഇളാഫിയായ ജുസിയും, ഹഖീഖിയായ ജുസിയും ഇളാഫിയായ ജുസിയും. എന്നാ വഹുവ, ഈ ഇളാഫിയായ ജുസി അമ്മു, അത് അമ്മാണ്. ഇപ്പൊ ഇൻസാന് എന്നുള്ളത് അമ്മാണല്ലോ. മിനൽ അവ്വലി, ഹഖീഖിയായ ജുസിയിനേക്കാളും. ഹഖീഖിയായ ജുസി ഏതാണ്? സയ്യിദ്. അപ്പൊ സയ്യിദിനേക്കാളും അമ്മാണല്ലോ ഏത്? ഇൻസാന്. മനസ്സിലായില്ലേ? ലിഅന്ന കുല്ല ജുസിഇയ്യിൻ ഹഖീഖി, എല്ലാ ഹഖീഖിയായ ജുസിയിനെ സംബന്ധിച്ചും ഫഹുവ ജുസിഇയ്യുൻ ഇളാഫിയ്യുൻ, ഇളാഫിയായ ജുസി എന്ന് എന്ത് ചെയ്യാ പറയാം. ഇപ്പൊ ഹഖീഖിയായ ജുസിയാണ് ഇപ്പൊ ഏത്? സയ്യിദ്. ആ സയ്യിദിനെ സംബന്ധിച്ച് നമുക്ക് ഇളാഫിയായ ജുസി എന്ന് പറയാൻ കാരണം സയ്യിദിന്റെ ഇൻസാന്റെ തഹത്തിലുള്ളതാണ് ഏത്? സയ്യിദ്. ഇൻസാനിന്റെ തഹത്തിലുള്ളതാണ്, ഇൻസാനാവുന്ന നൗഅ്, ആ നൗഇന്റെ തഹത്തിലുള്ളതാണ് സയ്യിദ്. ആ അടിസ്ഥാനത്തിൽ ഇളാഫിയായ ജുസി എന്ന് പറയാം. പിന്നെ അതോടുകൂടെ നമ്മൾ നേരത്തെ പറഞ്ഞ ശിർക്കത്തിന് വിലങ്ങുന്നു എന്ന അടിസ്ഥാനത്തിൽ എന്തും പറയാം? ജുസി എന്നും പറയാം. അല്ല, ഹഖീഖിയായ ജുസി എന്നും പറയാം. ദൂന ലക്സി, അക്സിനെ കൂടാതെ. എല്ലാ ഇളാഫിയായ ജുസിയും ഹഖീഖിയായ ജുസി എന്ന് പറയാൻ പറ്റൂല. ഇപ്പൊ ഏതുപോലെ ഇൻസാന് ഇളാഫിയായ ജുസിയാണ്. ഈ ഇൻസാനി എന്നുള്ളതിനെ ഹഖീഖിയായ ജുസി എന്ന് ഒരിക്കലും പറയാൻ പറ്റൂല.
കാരണം ഇൻസാനി എന്നുള്ളതിന് മറ്റൊന്നിലേക്ക് ചേർത്തിട്ടാണ് ഇൻസാൻ ഏതാകുന്നത്, ജുസിയാകുന്നത്. അമ്മൽ അവ്വലു, ഒന്നാമത്തേത് എല്ലാ ഹഖീഖിയായ ജുസിയും ഇദാഫിയായ ജുസിയാണെന്ന് പറഞ്ഞില്ലേ, അത് എല്ലാ ഹഖീഖിയായ ജുസിയും ഇദാഫിയായ ജുസിയാന്ന് പറഞ്ഞില്ലേ. ഫലിൻതിറാജി കുല്ലി ശഖ്സി, എല്ലാ ശഖ്സും പ്രവേശിക്കുന്ന കാരണത്തിന് വേണ്ടി, തഅത്തൽ മാഹിയാത്തിൽ മുഅററാത്തി അനിൽ മുശഖിസാത്തി, മുശഖിസാത്തിനെ തൊട്ട് ഒഴിവാക്കപ്പെട്ട എല്ലാ മാഹിയത്തുകളുടെ തരത്തിലും ഏത് പ്രവേശിക്കും, ഓരോ ശഖ്സും എന്ത് ചെയ്യും, പ്രവേശിക്കും. ഓരോ ശഖ്സും എന്ത് ചെയ്യും, പ്രവേശിക്കും. മുശഖിസാത്തിനെ തൊട്ട് ഒഴിവാക്കപ്പെട്ടതായ മാഹിയാത്ത്, ഉദാഹരണം പറയാം, ഇൻസാനി എന്നുള്ളത് തശഹുസില്ലല്ലോ അവിടെ. ആ ഇൻസാനി എന്നുള്ള തശഹുസിൽപ്പെട്ടതാണ്, ഇൻസാനി എന്നുള്ള മായത്തിൽപ്പെട്ടതാണ് ഏത്, സൈദ് എന്നുള്ളത്. അപ്പം എന്താവണം, ശരി, അമ്മല്ല. അപ്പൊ എന്താ, അപ്പൊ ഈ ഹഖീഖിയായ ജുസീനെ സംബന്ധിച്ച് നമുക്ക് എന്ത് പറയാ, ഇദാഫിയായ ജുസീ എന്ന് എന്ത് ചെയ്യാ പറയാം. അതേപോലെ അമ്മസാനി, രണ്ടാമത്തേത് ഇദാഫിയായ ജുസീ ഹഖീഖിയായ ജുസീ ആവൂലാണ്. വലി ജവാസി കൗനി ജുസീയിൽ ഇദാഫി, ഇദാഫിയായ ജുസീ ആവല് ജായിസായ കാരണത്തിന് വേണ്ടിയിട്ട്, കുല്ലിയാവൽ. ഇദാഫിയായ ജുസിയാണ് ഇപ്പൊ ഏത്, ഇൻസാന് കുല്ലിയല്ലേ, കുല്ലിയാണ്. നേരെ മറിച്ചുകൊണ്ട് വന്തിനായി കൗനിൽ ജുസിയിൽ ഹഖീഖിയായ ജുസി ഒരിക്കലും ഏതാവൂല, ഈ കുല്ലിയായിട്ട് വരും. ഇപ്പൊ സൈദ് ഹഖീഖിയായ ജുസി അല്ല, അത് കുല്ലിയായിട്ട് വരുമോ, വരില്ല. പറഞ്ഞു മനസ്സിലായില്ല. ഹ്രസ്വമായ ഇബാറത്ത് കൊണ്ട് വിശാലമായ അർത്ഥം ഉൾക്കൊള്ളിച്ചു മുസന്നിഫ്. ഇനി അതിനെ ചർവനം നടത്താൻ പോവുകയാണ് ആര്, ഷാരിഹ് റഹിമഹുല്ല. അഖൂലു, ഞാൻ പറയുന്നു, അൽ ജുസിഇയ്യു, ഒരു ജുസിഇ, ജുസിഇ എങ്ങനത്തെ ജുസിയാണ്, അൽ മഖൂലു, പറയപ്പെടുന്നതായ ജുസിഇ. ഏതുകൊണ്ട് പറയപ്പെടുന്ന ജുസിഇ, ബിൽ ഇഷ്തിറാക്ക് കൊണ്ട് പറയപ്പെടുന്ന ജുസിഇ. എന്താ ഇഷ്തിറാക്ക് കൊണ്ട് പറയപ്പെടുന്ന ജുസിഇ ഇളാഫിയുണ്ട്, ഹഖീഖിയുണ്ട്. അത് അലൽ മാനൽ മദ്കൂരി, മേൽ പറയപ്പെട്ട മാനാന്റെ അടിസ്ഥാനത്തില് യുസമ്മ, അതിനക്ക് പേര് പറയപ്പെടും, ജുസിഇയ്യൻ ഹഖീഖിയായ ജുസിഇ എന്ത് ചെയ്യും, പറയപ്പെടും. മേൽ പറയപ്പെട്ട മാന തന്നെ മാ യംതനിയോ ശിർക്കത്ത ഫീ, മാ യംതനിയോ ശിർക്കത്തോ ഫീ, കനലി അന്ന ജുസിഇയ്യത്തോ, തീർച്ചയായിട്ടും ഹഖീഖിയായ ജുസിയാകുന്നത് ബിൻ നദിരി, നോക്കൽ കൊണ്ടാണ്, ഇലാ ഹഖീഖത്തിഹി, അതിന്റെ ഹഖീഖത്തിലേക്ക്. ഇത് ഹഖീഖിയായ ജുസിന്റെ ഹഖീഖത്തിലേക്ക്. എങ്ങനത്തെ ഹഖീഖിയായ ജുസിയാണ്, അൽ മാനിയത്തെ, വിലങ്ങുന്നതായ, മിന ശിർക്കത്തി, ശരീരക്ക് ഒരു ഹഖീഖത്തുണ്ടല്ലോ, ഏത്, ഹയവാനാത്തിക്കാകുന്ന സെയ്ദ് എന്ന്, ഹയവാനാത്തിക്കാകുന്ന സെയ്ദ്, മുത്തലക്കൻ ഹയവാനാത്തിക്കല്ലല്ലോ, സെയ്ദാകുന്ന ഹയവാനാത്തിക്ക്. അപ്പൊ അവിടെ ശിർക്കത്തിനെ വിലങ്ങും, വേറെ ആൾക്കും അവിടെ ചാൻസ് ഇല്ല. സെയ്ദാകുന്ന ഹയവാനാത്തല്ല, ഹയവാനാത്തിക്കാകുന്ന സെയ്ദ്, മനസ്സിലായില്ലേ. ഏതിരി വബിഇസ, എന്നാൽ അതിന്റെ മറുഭാഗത്തിൽ ഉണ്ടാവും അൽ കുല്ലിയുൽ ഹഖീഖിയായ കുല്ലിയുണ്ടോ. എവിടെ ഉണ്ടാവും, അതിന്റെ മറുഭാഗത്ത്, അതിന്റെ ബാക്കിൽ ഏതാണ്, ഇൻസാൻ ഹഖീഖിയായ കുല്ലിയല്ലേ.
അതേപോലെ വാലാക്കുല്ലി അഹസ തഹത്തൽ ആമി, ഹാമിന്റെ തഹത്തിലുള്ള അഹസിനെ സംബന്ധിച്ചും എന്ത് പറയാറുണ്ട്? ജുസി എന്ന് പറയാറുണ്ട്. ജുസി എന്ന് പറയാറുണ്ട്. പറഞ്ഞ മനസ്സിലായില്ലേ? ഇവിടെ ഒരു ഇബാറത്തില് ചെറിയ ഒരു മിസ്റ്റേക്ക് ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. ഇവിടെ കിതാബിൽ അൽ ജുസിയുൽ മഖൂലു എന്നാണ്. ഇവിടെ വേണ്ടത് അൽ ജുസിയു മഖൂലും ബിൽ ഇസ്തിറാഖി അലൽ മാനൽ മദ്കൂരി വയുസമ്മ ജുസിയ്യൻ ഹഖീഖിയ്യ. അങ്ങനെ ആവാം എന്നുള്ളൊരു അഭിപ്രായമുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് തഹ്ഖീഖാക്കിയിട്ട് പറയണം. ശരിയായ നുസ്ഖ നോക്കണത് മനസ്സിലായ? ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് പറയാം. വാലാ കുല്ലി അഖസ്സ തഹത്തൽ ആമി, ഹാമിന്റെ തഹത്തിൽ അഖസ്സായ ആമിന്റെ തഹത്തിലുള്ള അഖസിനെ സംബന്ധിച്ചും എന്ത് പറയാറുണ്ട്? ജുസീ എന്ന് പറയാറുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? ഉറങ്ങുന്നുണ്ടോ? ഏതുപോലെയൊക്കെ ഇൻസാനെ പോലെ. എങ്ങനെ ഇൻസാന് ബിൻ നിസ്ബത്തി ചേർത്തി നോക്കൽ കൊണ്ട്, ഇതൽ ഹയവാനിലേക്ക് ചേർത്തി നോക്കൽ കൊണ്ട്. ഹയവാനാകുന്ന ആമ്പിന്റെ തരത്തിൽ ഉള്ള അഹസ്സാണല്ലോ ഏത്? ഇൻസാനി എന്നുള്ളത്. വയുസമ്മ, അപ്പൊ അതിനെ സംബന്ധിച്ച് പറയപ്പെടുന്നതാണ് ജുസിയ്യൻ ഇളാഫിയ്യ. ഇളാഫിയ്യായ ജുസിയും എന്ത് ചെയ്യും? പറയപ്പെടും. എന്തിനാ അങ്ങനെ ഇളാഫിയ്യ ജുസി എന്ന് പറയപ്പെടാനുള്ള കാരണം എന്താണ്? ഈ അന്ന ജുസിയ്യത്തഹു, തീർച്ചയായിട്ടും ഈ ഇളാഫിയ്യ ജുസി ആവുക എന്നുള്ള കാര്യം ബിൽ ഇളാഫത്തി, അത് ചേർത്തി നോക്കൽ കൊണ്ടാണ്, ഇലാ ഷൈഇൻ ആഖറ, മറ്റൊന്നിലേക്ക്. ഇപ്പൊ ഉദാഹരണം പറയാം, ഇൻസാനി എന്നുള്ള ജുസി ആകുന്നത് ഏതിലേക്ക് ചേർത്തി നോക്കിയിട്ടാണ്? ഹയവാനിലേക്ക് ചേർത്തി നോക്കിയിട്ടാണ്. നേരെ മറിച്ച് കൊണ്ട് സെയ്ദ് എന്നുള്ളത് ജുസി ആകുന്നത് പിന്നെന്തല്ല, വൈറിലേക്ക് ചേർത്ത് നോക്കിയിട്ടല്ല. ഹക്കീക്കിയ സെയ്ദ് ഹക്കീക്കിയ ജുസി ആണ് എന്ന ഇത്തിബാർ പ്രകാരട്ടാ. സെയ്ദ് എന്നുള്ളത് ഹക്കീക്കിയ ജുസി ആണ് എന്ന ഇത്തിബാർ പ്രകാരം സെയ്ദ് ഹക്കീക്കിയ ജുസി ആകുന്നത് വൈറിലേക്ക് ചേർത്ത് നോക്കിയിട്ടല്ല. നേരെ മറ്റൊരു ഇളാഫിയ ജുസി ആകുന്നത് വൈറിലേക്ക് ചേർത്ത് നോക്കിയിട്ടാണ്. വബീസായി, അപ്പൊ അതിന്റെ ബാക്കിലുണ്ടാവും കുല്ലിയുൽ ഇളാഫിയു, ഇളാഫിയായ കുല്ലി, അതായത് ഹയവാന്. അത് അൽ ആമു. അപ്പം അങ്ങനെ വെക്കുമ്പോൾ ഏത് ഈ പറയപ്പെട്ട ഇളാഫിയായ ജുസിയെ ആമു, അത് ആമായിരിക്കും മിൻ ഷൈഇൻ ആഖറ, ആഖറാവുന്ന ഷൈഇനേക്കാളും. ആഖറായ ഷൈഇ എന്ന് പറഞ്ഞപ്പോൾ ഹയവാൻ. അപ്പൊ ഹയവാനേക്കാളും ആമാവും ഏത്? ഇൻസാൻ. മനസ്സിലായില്ലേ? അതായത് കുല്ലു ഇൻസാനും അയവാനും എന്ന് പറയല്ലോ. കുല്ലു അയവാനും ഇൻസാനെന്ന് ഇട്ട് പറയാൻ പറ്റും? കുല്ലിട്ട് പറയാൻ പറ്റില്ലല്ലോ. കുല്ലു ഇൻസാനി, അതാണ് ആ അടിസ്ഥാനത്തിലാണ് ആമെന്ന് അവിടെ പറയുന്നത് കേട്ടാ. കുല്ലു ഇൻസാനിന് അയവാനെന്ന് പറയാം. പക്ഷെ കുല്ലു അയവാനിന് ഇൻസാനെന്ന് എന്ത് ചെയ്യാൻ പറ്റൂല? പറയാൻ പറ്റില്ല. എന്നാൽ വഫി തഅരീഫിൽ ജുസിഇയ്യിൽ ഇളാഫിയ്യി, ഇളാഫിയായ ജുസീനിക്ക് താരീഫ് പറഞ്ഞതിലുണ്ട് നെളിറുൻ, ഒരു സംശയമുണ്ട്. കാരണം എന്താ? ഇളാഫിയായ ജുസീനിക്ക് ഇവിടെ താരീഫ് പറഞ്ഞത് എന്താണ്? അതായത് ആമിന്റെ തഹത്തിൽ മുന്ദരിജായ അഹസ്, ആമിന്റെ തഹത്തിൽ മുന്ദരിജായ അഹസ്, ഇതാണല്ലോ പറഞ്ഞത്. ആ പറഞ്ഞതിലുണ്ട് നെളിറുൻ, ചെറിയ ഒരു സംശയം ഉണ്ട്. ചെറിയൊരു സംശയമുണ്ട്. ആയിക്കോട്ടെ, നമുക്ക് നോക്കാം. ഈ അന്നഹു, എന്താണ്? തീർച്ചയായിട്ടും ആ ഇളാഫിയായ ജുസി, അതുപോലെ വൽ കുല്ലിയൽ ഇളാഫിയ, ഇളാഫിയായ കുല്ലിയും. മനസ്സിലായില്ലേ? അതായത് ഇളാഫിയായ ജുസിയും അതുപോലെ ഇളാഫിയായ കുല്ലിയും. ഇളാഫിയ ജുസിയാണ് ഇപ്പൊ ഇൻസാന്, ഇളാഫിയായ കുല്ലിയാണ് ഏത്? ഹയവാന്. അവ രണ്ടും മുത്തലായിഫാനി, അവ രണ്ടും മുത്തലായിഫാണ്.
മനസ്സിലായില്ലേ? മുത്തലായിഫാണ്. കാരണം എന്താ? അന്ന മാനൽ ജുസിഇയ്യിൽ ഇളാഫിയായ ജുസിന്റെ മാന അൽ ഖാസാണ്. കാരണം ഏത് ഇപ്പൊ ഇൻസാൻ എന്ന് പറഞ്ഞില്ലേ, ഈ ഇൻസാൻ സത്യത്തിൽ ഇൻസാൻ ഇളാഫിയ ജുസിയാണ്, പക്ഷെ അത് ഖാസാണല്ലോ. ഹൈവാനേക്കാളും ഖാസല്ലേ? ഹൈവാനേക്കാളും ഖാസാണല്ലോ. എന്നപ്പോ മാനൽ ഇത് മാനയിലേക്ക് നോക്കിയിട്ടല്ല പറയുന്നത്. മാന ആദ്യം പറഞ്ഞത് തമ്മില് വൈരുദ്ധ്യം വരുന്നില്ല, അത് ചിന്തിക്കണം. മാനൽ കുല്ലിയിൽ ഇളാഫിയായ കുല്ലിന്റെ മാനയോ അല്ല ആമ്മു, അത് ആമ്മാണ്. മനസ്സിലായ? ഇളാഫിയായ കുല്ലിന്റെ മാന ഏതുമാണ്? ആമ്മുമാണ്. ഏത്? ഹയവാനിൽ നാത്തിക്കുണ്ടാവും, നാത്തിക്കുണ്ടാവുമല്ലോ. വകമാ അന്നൽ ഖാസുൻ ഒരു ഖാസായതുപോലെ ബിൻ നിസ്ബത്തി ചേർത്തി നോക്കൽ കൊണ്ട് ഇലൽ ആമിലേക്ക്, അതായത് ഇപ്പൊ ഇൻസാൻ ഖാസാണല്ലോ. ഏത്? ബിൻ നിസ്ബത്തി ഇലൽ ആമാകുന്ന ഹയവാനിലേക്ക് എന്ത് ചേർത്തി നോക്കൽ കൊണ്ട്. അതേപോലെ കദാലിക്കൽ ആമു, അപ്രകാരം ആമും അങ്ങനെ തന്നെയാണ്. ഇത് ഹയവാന് അത് ആമാണ് ബിൻ നിസ്ബത്തി ഇലൽ ഖാസാവുന്ന ഇൻസാനെ ചേർത്തേക്ക്. അപ്പൊ അതെന്തെങ്കിലും മുത്തലായിഫൈനിയായില്ലേ? അപ്പൊ മുത്തലായിഫൈനിയായി. എന്നാൽ ഏത് തിരിവ അഹദുൽ മുത്തലായിഫൈനിൽ പെട്ടതായ ഒന്ന് ലാ യജൂസു ജായിസാവുകയില്ല അയ്യുദ്ക്കറ അതിനെ പറയപ്പെടല് ഈ തഅരീഫിൽ മുത്തലായിഫിൽ ആഖരി മറ്റേ മുത്തലായിഫിന്റെ തഅരീഫിലായിട്ട് എന്ത് ചെയ്യാൻ പറ്റൂല, പറയാൻ പറ്റൂല. ഉദാഹരണം പറയാ, ഇളാഫിയായ ജുസി എടുക്കുക. ആ ഇളാഫിയായ ജുസിന്റെ തഅരീഫില് എന്തായാല ആയിട്ട് ഏതിനെ പറയാൻ പറ്റൂല? പിന്നെ ഇളാഫിയായ കുല്ലീന് എന്ത് ചെയ്യാൻ പറ്റൂല, പറയാൻ പറ്റൂല. കാരണം മുത്തലായിഫാണല്ലോ. വയില്ല അല്ലെങ്കിൽ അങ്ങനെ ജായിസാണെന്ന് പറയുകയാണെങ്കിൽ ലകാന തഅഖുലുഹു ഖബ്ല തഅഖുലുഹു അപ്പൊ ഈ ഇളാഫിയായ ജുസി മനസ്സിലാക്കലാവും ഖബ്ല തഅഖുലിഹി അതിനെ മനസ്സിലാക്കുന്നതിന്റെ മുമ്പാവും. കാരണം സത്യത്തിൽ ഇൻസാനെ മനസ്സിലാകുന്നത് ഏതിലൂടെയാണ്? ഹയവാനിലൂടെയാണ് മനസ്സിലാകുന്നത്. ഇൻസാനിനെ മനസ്സിലാക്കുന്നത് ഏതിലൂടെയാണ്? ഹയവാനിലൂടെയാണല്ലോ. ഹയവാനാത്തിക്കാണ് എന്ന ഹയവാൻ അതായത് ഹയവാനാണ് എന്ന അടിസ്ഥാനത്തിലാണല്ലോ ഇൻസാനെ മനസ്സിലാക്കുന്നത്. ഇൻസാൻ എന്ന അടിസ്ഥാനത്തിൽ ഹയവാനല്ലല്ലോ മനസ്സിലാക്കുന്നത്. ഇതല്ല മാഹു അതിന്റെ ഓട് കൂടിയല്ല, ഹയവാനോട് കൂടല്ല. മനസ്സിലായില്ലേ? അപ്പൊ ഹയവാനെ മനസ്സിലാക്കുന്നതിന്റെ മുമ്പ് ഇൻസാനെ മനസ്സിലാക്കുക എന്നുള്ളത് വരും. അത് ശരിയല്ല. മനസ്സിലായില്ലേ? എന്ന വായുധം വീണ്ടും ലഫ്ലത്തു കുല്ലി എന്ന് പറഞ്ഞതായ ലഫ്ദ്. ഏത്? ലഫ്ലത്തു കുല്ലി എന്ന് പറഞ്ഞതായ ലഫ്ദ്. അതല്ലേ വഅലാ കുല്ലി അഖസ്സ തഅത്തൽ ആമീന കുല്ലിനെ പറ്റി പറഞ്ഞില്ലേ? ഈ കുല്ലി എന്ന് പറഞ്ഞാൽ ഇന്നമാഹിയതിൽ അഫ്രാദി, അത് അഫ്രാദിലേക്ക് ചേർത്ത് നോക്കിയിട്ട്. കാരണം കുല്ലി തന്നെ കുറെ ഫർദുകൾ കൂടിയതിനാണല്ലോ കുല്ലി എന്ന് പറയാം. അപ്പൊ കുല്ലി എന്ന് പറഞ്ഞാൽ അതിന് അഫ്രാദിലേക്ക് വേണ്ടിയിട്ടാണ് അതിനെ ഇസ്തിമാദ് ചെയ്യപ്പെടാറുള്ളത്. തഅരീഫ് ബിൽ അഫ്രാദി, അഫ്രാദ് കൊണ്ട് തഅരീഫ് പറയലോ ജായിസും ജായിസല്ല. ഇപ്പൊ ചോദ്യം മനസ്സിലായില്ലേ? അതെ. അപ്പൊ ഇനിയിപ്പോ എന്താ ചെയ്യേണ്ടത്? കുടുങ്ങിയിട്ടൊന്നുമില്ല. ഫലൗലാപനി ഏറ്റവും നല്ല മാർഗം ഷാരി തന്നെ പറയട്ടെ. അയ്യുക്കാല പറയപ്പെടലാണ്. എന്ത് പറയപ്പെടുക? വൽ അഖസ്സു മിൻ ഷൈഇൻ ഒരു ഷൈഇനേക്കാളും അഖസ്സായത്. വഹുവ ഏതാണ് അഖസ്സായത്? അൽജുസിയുൽ ഇളാഫിയു, അത് ഇളാഫിയായ ജുസിയാണ്.
ഒരു ഷെയ്യിനേക്കാളും അകസ്സായത്. ഇപ്പൊ ഇൻസാന് ഹയവാനേക്കാളും അകസ്സല്ലേ ഇൻസാന്? അത് അഹമ്മാണ്. ഏതിനേക്കാളും അഹമ്മാണ്? മിന ജുസിഇൽ ഹഖീഖി, ഹഖീഖിയായ ജുസിയിനേക്കാളും എന്താണ്? അഹമ്മാണ്. ഹഖീഖിയായ ജുസിയിനേക്കാളും ഏതാണ്? അഹമ്മാണ്. ശരിയല്ലേ? ഹഖീഖിയായ ജുസിയാണ് ഇപ്പൊ സെയ്ദ്, അതിനേക്കാളും അഹമ്മല്ലേ ഇലാഫിയ ജുസിയാവുന്ന സെയ്ദ് എന്നുള്ള ഇൻസാനി എന്നുള്ളത്? മനസ്സിലാകുന്നുണ്ടാവും കുട്ടികളെ? അമ്മല്ലവ്വലു, അപ്പോൾ അവല്. ഞാൻ ചിലപ്പോൾ കുട്ടികളെ നിന്നേ പറഞ്ഞ് നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട. പെട്ടെന്ന് ഞാൻ കുട്ടികൾക്ക് ദർസ് നടത്തുമ്പോഴേ അങ്ങനെ വന്നു പോകുന്ന ആ ഒരു ശീലം വന്നു പോയതാണ് കേട്ടാ. നിങ്ങളൊക്കെ എന്നെക്കാട്ടി അറിവുള്ള ഉസ്താദുമാരാണ്. അപ്പൊ ഈ കുട്ടികളെ എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ തലീമീങ്ങൾക്ക് ദർസ് നടത്തുമ്പോൾ അങ്ങനെ പറയുന്ന പ്രയോഗം അവിചാരിതമായിട്ട് വന്നു പോയതാണ് കേട്ടാ. ആരും തെറ്റിദ്ധരിക്കണ്ട. അമ്മൽ അവ്വലു, അപ്പൊ ഇനി ഒന്നാമത്തേത് ഏതാ? ഹഖീഖിയ ജുസി ഒക്കെ ഇലാഫിയ ജുസിയാണ്. രണ്ടാമത്തേത് ഏതാണ്? ഇലാഫിയ ജുസി ഒന്നും ഹഖീഖിയ ജുസി അല്ല. മുസന്നിഫാണ് ഹൃസ്വമായ രൂപത്തിൽ ഹൃസ്വമായ ഇബാറത്ത് കൊണ്ട് വിശാലമായി വിശദീകരിച്ചിട്ടുണ്ട്. എന്നാൽ അമ്മൽ അവ്വലു, ഇനി ഒന്നാമത്തെ നമുക്ക് ചർച്ച ചെയ്യാൻ പോവാ. ഒന്നാമത്തെ മനസ്സിലായില്ലേ? ഹഖീഖിയ ജുസി ഒക്കെ ഇലാഫിയ ജുസിയാണ് എന്ന് പറഞ്ഞില്ലേ, അതിനെ പറ്റി ചർച്ച ചെയ്യാം. അമ്മല്ലവ്വലു, അപ്പൊ ഒന്നാമത്തേത് മനസ്സിലാകുന്നുണ്ടോ? അമ്മല്ലവ്വലു ഫലിഅന്ന കുല്ല ജുസിഇൻ ഹഖീഖി, ഏത് ഒരു ഹഖീഖിയായ ജുസിയും, ഹഖീഖിയായ ജുസിയാണ് ഇപ്പൊ സെയ്ദ് വെക്കുക. ഈ സെയ്ദ് ഫഹുവ മുൻദരിജുൻ, അത് പ്രവേശിച്ചതാണ്. എവിടെ പ്രവേശിച്ചതാണ്? തഹത്ത മാഹിയത്തി, ഒരു മാഹിയത്തിന്റെ തഹത്തിൽ പ്രവേശിച്ചതാണ്. മുഹറാത്തിൻ, ചില കിതാബിൽ അൽ മുഹറാത്തിൻ ഉണ്ടാവും, അത് ശരിയല്ല. മനസ്സിലായില്ലേ? അങ്ങനെയില്ല, അൽ മുഹറാത്ത് ഉണ്ടാവില്ല, അല്ല് വേണ്ട അവിടെ. തഹത്ത മാഹിയത്തിൻ മുഹറാത്തിൻ, ആവത്തിനെ ഒഴിവാക്കപ്പെട്ടതായ ഒരു മാഹിയത്തിൽ. ഏതിനെ തൊട്ട് ഒഴിവാക്കപ്പെട്ടത്? അനെ മുഷഖിസാത്തി, മുഷഖിസാത്തിനെ തൊട്ട്. മുഷഖിസാത്ത് ഏതാ? ഇൻസാനാകുന്ന ഇൻസാനിൽ എന്തില്ല? തസവ്വുഫില്ലല്ലോ, അത് മാഹിയത്താണല്ലോ. അതിന്റെ തരത്തിൽ മുൻദരിജായതാണ് ഏത്? സെയ്ദ് എന്നുള്ളത്. ഏതുപോലെ ഒരു ഉദാഹരണം പറയാം. കമാ ഇദാ ജർറദിന സെയ്ദിനെ നമ്മൾ തനിപ്പിച്ചാലുള്ളത് പോലെ. അനി മുഷഖിസാത്തിനെ തൊട്ട് നമ്മൾ എന്ത് ചെയ്ത്? സെയ്ദിനെ തനിപ്പിച്ചു. സെയ്ദിനകത്ത് തശഖുസ് ഉണ്ട്. ആ തശഖുസുകളെ തൊട്ട് സെയ്ദിന് എന്ത് ചെയ്ത്? നമ്മൾ ഒഴിവാക്കി. അല്ലത്തി എങ്ങനത്തെ തശഖുസ്? മുഷഖിസാത്താണ്. ബിഹ, അത് കാരണമായി സാറ, ആ സെയ്ദ് ആയിരിക്കുന്നു ശഖ്സൻ മുഅയ്യന. ശ്രദ്ധിക്കണ്ട, മുഅയ്യനായ ശഖ്സായിട്ടുണ്ട്. അപ്പൊ സെയ്ദ് മുഅയ്യനായ ശഖ്സായാനുള്ള കാരണമല്ല മുഷഖിസാത്ത്. ആ മുഷഖിസാത്തിനെ തൊട്ട് നമ്മൾ സെയ്ദിനെ അങ്ങനെ തനിപ്പിച്ചു എന്ന് വെക്കുക. അപ്പൊ സെയ്ദിന് ആ തശഖുസാത്തില്ല. തശഖുസാത്ത് നമ്മൾ ഒഴിവാക്കി. തശഖുസാത്ത് നമ്മൾ എന്ത് ചെയ്ത്? ഒഴിവാക്കിയെന്ന് മനസ്സിലായില്ലേ? ഒഴിവാക്കി. അപ്പൊ എന്താ പറയാ? ബഖിയത്തിൽ മാഹിയത്തുൽ ഇൻസാനിയ. അപ്പൊ ഇൻസാനിയായ മാഹിയത്ത് അവിടെ ബാക്കി വന്നില്ലേ? ഇൻസാനിയായ മാഹിയത്ത് അവിടെ ബാക്കി വന്നില്ലേ കുട്ടികളെ? ഇൻസാനിയായ മാഹിയത്ത് അവിടെ ബാക്കി വന്നില്ലേ? എങ്കിൽ വയ്യ, ഈ ഇൻസാനിയായ മാഹിയത്ത് അമ്മാണല്ലോ ഏതിനേക്കാളും? മിൻഹു, ആരെക്കാളും? ഏതിനേക്കാളും? ഇല്ലേ? അപ്പൊ യകൂനു കുല്ലു ജുസിഇൻ ഹഖീഖിയ്യിൻ, അപ്പൊ എല്ലാ ഓരോ ഹഖീഖിയായ ജുസിയുമാവും മുൻദരിജം പ്രവേശിച്ചതാവും തഹത്ത അമ്മ, ഒരു ആമ്പിന്റെ തഹത്തിൽ പ്രവേശിച്ചത്. മനസ്സിലായില്ലേ? ആമ്പിന്റെ തഹത്തിൽ പ്രവേശിച്ചതാണ്. ഫയകൂനു ജുസിഇൻ ഇളാഫിയ്യ, അപ്പൊ അത് ഇളാഫിയ്യ ജുസിയാവും. അത് ശാരി മറ്റൊരു തെരീക്കിലൂടെയാണ് ചർച്ച ചെയ്തിട്ടുള്ളത്. ഷാരിന്റെ കഴിവാണത്, വേറെ രൂപത്തിലെ കഴിവ്. അതായത് സെയ്ദ് ഹഖീഖിയ ജുസിയാണ്. ആ ഹഖീഖിയ ജുസി ഒക്കെ ഇളാഫിയ ജുസിയാണെന്നാണോ പറയുന്നത്? അല്ലേ? നമ്മളിപ്പോ സാധാരണ പറയാം എങ്ങനെയാണ്? സെയ്ദ് എന്നുള്ളത് ഹഖീഖിയ ജുസിയാണ്. സെയ്ദിന്റെ
തശഹുദിലേക്ക് നോക്കിയിട്ട്. അത് ഇലാഫിയ ജുസിയാണ്. ഏതടിസ്ഥാനത്തിൽ ഇൻസാനിലേക്ക് ചേർത്ത് നോക്കി. സാധാരണ ഇപ്പം നമ്മൾ അങ്ങനെയാണല്ലോ പറയാറുള്ളത്. ഇവിടെ ഷാരി ഒരു ട്രിക്ക് എടുത്തതാണ്. ഷാരിന്റെ കഴിവാണത്. അതായത് സെയ്ദ് എന്നുള്ളത് സെയ്ദായി തീരുന്നത് ആ സെയ്ദില് തശഹുസാത്ത് കൂടിയതുകൊണ്ടാണ്. ആ തശഹുസാത്ത് നമ്മൾ അങ്ങോട്ടിട്ട് മാറ്റി നിർത്തി. അപ്പോൾ ഇൻസാനാകുന്ന മാഹിയത്തുൽ ഇൻസാനിയത്തോടെ ബാക്കിയായി. മാഹിയത്തുൽ ഇൻസാനിയ എന്നുള്ളത് ആമാണല്ലോ. മനസ്സിലായില്ല? ഫയക്കൂനു അപ്പൊ എന്തായി? എങ്കിൽ വഹാദ ഈ പറഞ്ഞ വാദം ഹഖീഖിയായ ജുസിയൊക്കെ ഇളാഫിയ ജുസിയാണ് എന്ന് പറഞ്ഞ ഈ നിങ്ങൾ ഈ കൊണ്ടുവന്നതായ വാദമുണ്ടല്ലോ, എല്ലാ ഹഖീഖിയായ ജുസിയും ഇളാഫിയായ ജുസിയാണ് എന്ന് പറഞ്ഞതായ ആ വാദമാകുന്നത് മങ്കൂലുൻ, അത് പൊളിക്കപ്പെടും, ഇത്തിറാറിയപ്പെടും. ഈ വാജിബുൽ വജൂദ് കൊണ്ടിട്ട്. കാരണം വാജിബുൽ വജൂദിന്റെ മാന തന്നെ നമ്മളെന്താ പറയല്? വാജിബുൽ വജൂദിന്റെ മാന നമ്മളൊക്കെ സാധാരണ പറയും അല്ലാഹു തആലാന്റെ മാന പറയൽ എങ്ങനെയാണ്? അതായത് പിന്നെ കമാലിയായ സിഫത്തുകളെ ഒരുമിച്ച് കൂട്ടിയതായ ഒരു ദാത്തിനുള്ളതായ ഒന്നാണല്ലോ, ഒരു അലമാണല്ലോ അള്ളാഹു എന്നല്ലേ. അപ്പോൾ തശഹൂസ് ഉണ്ടല്ലോ. ഫൈനോ അപ്പൊ ഈ പറഞ്ഞ വാജിബുൽ വജൂദ് എന്നുള്ളത് ശഖ്സും മുഅയ്യനും, ശരിയല്ലേ? മുഅയ്യനായ ശഖ്സ് അല്ലേ? ആ മുഅയ്യനായ ശഖ്സാണ്. വയംതനിയു വിലങ്ങലാകുന്നതാണ്. ഏത് ശരി വിലങ്ങലാകും? യക്കൂനലഹു മായിയത്തും കുല്ലിയ, അതിന് കുല്ലിയായ മായിയത്ത് ഉണ്ടാകല്. അത് മുഅയ്യനായ ശഖ്സാണ്. മുഅയ്യനായ ശഖ്സ് ആകുന്നതോട് കൂടെ തന്നെ അവിടെ കുല്ലിയായ മായിയത്തുണ്ടായില്ലല്ലോ. അപ്പങ്ങനെ നിങ്ങൾ പറയാ എല്ലാ ഹഖീഖിയ ജുസിയും ഇളാഫിയ ജുസി എന്ന് പറയൽ എങ്ങനെ? വാജിബു തആലയിലേക്ക് എന്താണ് അത് ശരിയാവൂലല്ലോന്ന് ഏറ്റിറാളാണ്. അതിനിപ്പോ നമുക്കിപ്പോ യുക്തി കൊണ്ട് മറുപടി നമുക്ക് പറയാം. ഏത് വാജിബുൽ വജൂദ് എന്ന് പറയുന്നതിനെ പറ്റി നമ്മൾ ആ ഹഖീഖിയായ ജുസി എന്ന് ആരും സാധാരണ പറയാറില്ലല്ലോ. പറയാറില്ലല്ലോ. അല്ലാഹു തആലയെ സംബന്ധിച്ച് ജുസി എന്നോ കുല്ലി എന്നോ നമ്മൾ ഇത്തിബാർ ചെയ്യൂലല്ലോ. അങ്ങനെ ഒരിക്കലും അള്ളാഹുവിലേക്ക് നിസ്ബ ചെയ്ത് പറയില്ല നമ്മൾ. അള്ളാഹു ജുസിയാണ്, അള്ളാഹു കുല്ലിയാണ് എന്നൊന്നും അല്ലാഹു തആലയെ പറ്റി പറയില്ലല്ലോ. കാരണം ഈ ജുസി കുല്ലി എന്നൊക്കെ ഉള്ളത് മുംകിനാത്തിനുള്ള ഔസാഫാണ്. അവിടെ വിഷയം മുംകിനാത്തിനുള്ള ഔസാഫുകളാണ് കുല്ലി ജുസിയൊക്കെ. അതൊന്നും അള്ളാഹുവിലേക്ക് ചേർക്കൂല. പിന്നെങ്ങനെ പറയാ? ഏതായാലും ശരി. അപ്പൊ വലിയ അടിസ്ഥാനത്തിൽ പറഞ്ഞതെന്ന് ആയിക്കോട്ടെ. ഇനി വയില്ല, ഇനി അങ്ങനെ വെക്കുന്നില്ല. ഏത് ഇവിടെ പറഞ്ഞില്ലേ? അല്ലാഹു തആലാക്ക് കുല്ലിയായ മായത്ത് ഉണ്ടാവൽ വിലങ്ങലാകും. അല്ലാഹു തആല കുല്ലിയായ മായത്ത് ഉണ്ടാവൂല. അപ്പം ഏതൊരു ഹഖീഖിയായ ജുസിയും എന്താവും? ഇളാഫിയ ജുസിയാവും എന്ന് വന്നല്ലോ. വയില്ല, ഇനി അങ്ങനല്ലെങ്കിൽ അപ്പൊ പോവുക. ഇൻകാന മുജറദു തിൽക്കൽ മാഹിയതി കുല്ലിയ, ആ കുല്ലിയായ മാഹിയത്ത് മാത്രം ആകുകയാണെങ്കിൽ, ഇൻകാന മുജറദു തിൽക്കൽ മാഹിയത്തിൽ കുല്ലിയത്തി യൽസമു നിർബന്ധമാവുകയാണെങ്കിൽ, അങ്ങനല്ല. ഇനി വയില്ല, ഇനി അങ്ങനല്ലെങ്കിൽ ഫൗവ ഇൻകാന, അതെ. അപ്പൊ അല്ലാഹു തആലാനെ പറ്റി പറയുമ്പോ അല്ലാഹു തആലാക്ക് തഹരീരി അജ്സാവോ മറ്റ് അജ്സാവുകളൊന്നും ആർക്കുണ്ടാവൂല, അല്ലാഹു തആലാക്ക് ഉണ്ടാവൂല. അപ്പൊ അങ്ങനെ വെക്കുമ്പോ ആ വിഷയം അവിടെ വരുന്നില്ലല്ലോ എന്നാ. ഇല്ല ഇൻകാന ആണെങ്കിൽ ഇത് വാജിബുൽ വജൂദ് ഈ മുജറദ തിൽക്കൽ മാഹിയത്തിൽ കുല്ലിയ,
ആ കുല്ലിയായ മാഹിയത്തിന് മാത്രമാണ് എന്ന് വെക്കുക. കുല്ലിയായ മാഹിയത്ത് മാത്രമാണ് എന്ന് വെക്കുക. അങ്ങനെ വെച്ചാലോ യൽസമു നിർബന്ധമാവും യകൂന അംറും വാഹിദുൻ കുല്ലിയം വജുസിയ്യ. ഒരു വസ്തു തന്നെ കുല്ലിയും ജുസിയാകുക, രണ്ടും ആകുക എന്നുള്ളത് വരും. ഒരു അംറും വാഹിദ് കുല്ലിയും ജുസിയുമാകുക, അങ്ങനെയുള്ളൊരു വിഷയം അവിടെ എന്ത് ചെയ്യും വരും. അല്ല വാജിബുൽ വുജൂദിനെ സംബന്ധിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. വാജിബുൽ വുജൂദിനെ സംബന്ധിച്ചാണ് വാജിബുൽ വുജൂദ് എന്ന് പറഞ്ഞാൽ അതിനൊരു കുല്ലിയായ മാഹിയത്ത് ഉണ്ടാവരുത്. ഇനി ഉണ്ടാകുക എന്ന് വെക്കുകയാണെങ്കിലോ അപ്പൊ ആ കുല്ലിയായ മാഹിയത്ത് ഉണ്ടാകുകയാണെങ്കിൽ അപ്പൊ ഒന്ന് തന്നെ എന്താവും, അത് കുല്ലിയും ആവും ജുസിയാവും. അത് മുഹാലുന്നത് ഒരിക്കലും ശരിയല്ലല്ലോ. അപ്പൊ ഈ വാജിബുൽ വുജൂദ് കുല്ലിയും ജുസിയാവുക, രണ്ടും കൂടി ആവുക എന്നുള്ളത് വരും. അപ്പൊ അതും ശരിയല്ല. അല്ല ഇനി വൈങ്കാന തിൽക്കൽ മാഹിയത്തു മാ ശൈഇൻ ആഖർ, അനന്യ മാഹിയത്ത് വേറൊന്നിനോട് കൂടെയാണ് എന്ന് വെക്കുക. അങ്ങനെ വന്നാലോ അപ്പൊ വേറെ പ്രശ്നം വരും. യൽസമു അപ്പൊ നിർബന്ധമാകുന്നതാണ് അയ്യക്കൂന വാജിബുൽ വുജൂദി മഅറൂദൻ ലിതശഹുസ്. വാജിബുൽ വുജൂദ് തശഹുസിന്റെ മഅറൂദായിട്ട് വരും. അപ്പൊ വാജിബുൽ വുജൂദ് എന്ന് പറയുന്നത് മറ്റൊരു തശഹുസ് കൊണ്ട് മുശഖ്ഖസാകുക എന്നുള്ളത് കംപ്ലൈന്റ് അവിടെ വരും. മുഹാലിൻ, അതും ശരിയല്ല. കാരണം അല്ലാഹു തആല വാജിബുൽ വുജൂദ് എന്ന് പറഞ്ഞ വാജിബുൽ വുജൂദിന്റെ തശഹുസ് വാജിബുൽ വുജൂദിന്റെ ഐനാണ്. ഇതല്ലേ വാജിബുൽ വുജൂദിന്റെ ഐനാണ്. അതെന്തല്ലേ ലാ യുഹദ്ദു വലാ യുതസവ്വറു എന്ന് പറഞ്ഞ് അവിടെ വ്യക്തമാക്കിയത്. لما ذكر بفن الحكمة أن تشخص واجب الوجود عينه. വാജിബുൽ വുജൂദിന്റെ ഐന്, വാജിബുൽ വുജൂദിന്റെ ശഖസ് അത് ഐനാണ് എന്ന് മനസ്സിലായ. അപ്പൊ സത്യത്തിൽ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവാൻ പറ്റുന്നത് എന്താണ്, ഹഖീഖിയായ ജുസിയൊക്കെ ആമിന്റെ തരത്തിൽ മുൻദരിജാണ്, അപ്പൊ അത് ഇളാഫിയായ ജുസിയായിട്ട് വരും എന്ന് പറഞ്ഞ ആ വിഷയം ഉണ്ടല്ലോ, അത് വാജിബുൽ വുജൂദ് കൊണ്ട് ഇഹ്തിറാദ് വരൂന്നാ പറഞ്ഞത്. പക്ഷേ സത്യത്തിൽ ഇഹ്തിറാദ് വരുന്ന രൂപം അവിടെ വരൂല. കാരണം കുല്ലി ജുസി എന്നുള്ള ലഫ്ദ് തന്നെ ആരിലേക്ക് ചേർക്കപ്പെടൂല, അള്ളാഹിലേക്ക് ചേർക്കൂല. അവിടാണ് വിഷയം. അവിടെ മനസ്സിലാക്കിയാൽ മതിയല്ലോ. അള്ളാഹു തആലക്ക് കുല്ലിയെന്നോ ജുസിയെന്നോ അള്ളാഹു തആലയെ പറ്റി പറയില്ല. അള്ളാഹ് ബസീത്തയാ അല്ലേ? അള്ളാഹിനെ പറ്റി നമ്മൾ ബസീത്ത എന്നാ പറയുന്നത്. അള്ളാഹിനെ പറ്റി കുല്ലിയെന്നോ ജുസിയെന്നൊന്നും പറയാൻ പറ്റൂല. ഇനി വമ്മസാനി രണ്ടാമത്തേത് പറഞ്ഞാൽ എല്ലാ ഇളാഫിയ ജുസിയും ഹഖീഖിയ ജുസി അല്ല എന്ന് പറഞ്ഞത് ഫലിജവാസി ജായിസായതിന് വേണ്ടി അയ്യക്കൂന ജുസിയുൽ ഇളാഫിയും, ഇളാഫിയായ കുല്ലിയാവൽ ജായിസാണ്, കുല്ലിയാവൽ ഏതിപ്പോ ഇൻസാൻ തന്നെ ഇൻസാനി എന്നുള്ള കുല്ലിയായിക്കൂടെ. ഏതിലേക്ക് ചേർത്തിയിട്ട് സെയ്ദിലേക്ക് ചേർത്തിയിട്ട് അന്നഹു തീർച്ചയായിട്ടും ഈ ഇളാഫിയായ ജുസിയെ അൽ അഖസ്സു മിൻ ഷൈഇൻ, ഒരു ഷൈഇനേക്കാൾ അത് അഖസ്സാണ്, അപ്പൊ അമ്മിനേക്കാൾ അഖസ്സാണ്. വൽ അഖസ്സു മിൻ ഷൈഇൻ, ഒരു ഷൈഇനേക്കാളും അഖസ്സായത് യജൂസ് ജായിസാവും അയ്യക്കൂന കുല്ലിയൻ, കുല്ലിയാവും. കുല്ലിയാന് കുല്ലിട്ട് പറയാൻ പറ്റുന്നവ, കുല്ലി ഇൻസാനിന് അയവാനെന്ന് പറയാൻ പറ്റുകയാണ്. യജൂസ് ജായിസാകുന്നതാണ് അയ്യക്കൂന കുല്ലിയാകുക. ഏത് കുല്ലി? തേത്ത കുല്ലിയും ആഹാറ, വേറെ കുല്ലിന്റെ തേത്തിൽ കുല്ലിയ മുന്തിരിജായ. വേറെ കുല്ലി ഏതാ? അയവാന് കുല്ലിയാണ്, ഇൻസാന് കുല്ലിയാണ്. അതാണ് ഫജബി ഖിലാഫിൽ ജുസിയിൽ ഹഖീഖിയ ജുസീനെതിരായിട്ട് വൈനോയംതനി വയ്യക്കൂന കുല്ലിയ. ഹഖീഖിയ ജുസി ഒരിക്കലും ഏതാവൂല, കുല്ലിയായിട്ട് വരില്ല. ഇപ്പൊ ഏത് കുല്ലിയായിട്ട് വരുമോ? വരൂല. നേരെ മറിച്ചുകൊണ്ട് ഇൻസാന് അത് കുല്ലിയായ ഹഖീഖിയായ കുല്ലിയാണ്. അല്ല, അത് കുല്ലിയാണ്, ഹഖീഖിയല്ല, അത് കുല്ലിയാണ്. അങ്ങനെ പറയാം. മനസ്സിലായ? ബസ്. അസ്സലാമു അലൈക്കും.